എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ലളിതമായി തോന്നുന്ന പക്ഷേ അത്രയേറെ ആഴങ്ങളുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ ശ്വാസം. അതെ, നമ്മുടെ ബോധത്തിലേക്കും ഊർജ്ജത്തിലേക്കും തുറക്കുന്ന ഒരു കവാടമാണ് ശ്വാസം. വെറുമൊരു ശ്വാസം കൊണ്ട് നമ്മുടെ ഉള്ളിലെ ലോകത്തെ എങ്ങനെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന് നമുക്ക് ഒരുമിച്ച് നോക്കാം. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാല്ലേ? നമുക്കെല്ലാവർക്കും എപ്പോഴെങ്കിലുമൊക്കെ അനുഭവപ്പെട്ടിട്ടുള്ളൊരവസ്ഥയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒന്ന് ആലോചിച്ചു നോക്കിയേ, പ്രത്യേകിച്ചൊരു കാരണമൊന്നുമില്ലാതെ മനസ്സിങ്ങനെ അസ്വസ്ഥമാവുക, എവിടെ നിന്നെന്നറിയാതെ ചിന്തകൾ ഒന്നിനു പുറകെ ഒന്നായി വന്ന് നമ്മുടെ സമാധാനം കെടുത്തുക. ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് നല്ല പരിചയമുണ്ടാവും, അല്ലേ? അങ്ങനെ മനസ്സും ശരീരവുമൊക്കെ ആകെ ക്ഷീണിക്കുമ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യാറ്? സ്വാഭാവികമായും നമ്മളതിൻ്റെ പരിഹാരം പുറത്തെവിടെയെങ്കിലും തിരയും. ചിലപ്പോൾ അതൊരു കപ്പ് കാപ്പിയിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയ യാത്രയിൽ, അതുമല്ലെങ്കിൽ വെറുതെ ഫോണിൽ എന്തെങ്കിലുമൊക്കെ നോക്കിയിരുന്ന്. ആശ്വാസം എവിടെയോ പുറത്താണെന്ന് നമ്മൾ വെറുതെ അങ്ങ് കരുതും. പക്ഷേ ശരിക്കുമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും ലളിതവും ഏറ്റവും ശക്തവുമായ പരിഹാരം ദൂരെ എങ്ങുമല്ല, അത് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഓരോ നിമിഷവും നമ്മോടൊപ്പം ഒഴുകി നടക്കുന്ന നമ്മുടെ ശ്വാസം. നമ്മളത് പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. അത്രയുള്ളൂ വ്യത്യാസം. വളരെ മനോഹരമായൊരു വാക്യമാണിതല്ലേ. ശ്വാസത്തിന്റെ താളം ശരിയാക്കിയാൽ മനസ്സിന്റെ ദിശ തനിയെ ശരിയാകും. ഇത് കാലങ്ങളായി പലരും പറയുന്ന ഒന്നാണ്. പക്ഷേ എങ്ങനെയാണ് ഇത്ര നിസ്സാരമെന്ന് തോന്നുന്ന ഈയൊരു പ്രവൃത്തിക്ക് നമ്മുടെ മനസ്സിനെ ഇത്രയധികം സ്വാധീനിക്കാൻ കഴിയുന്നത്? അപ്പോൾ ഇതൊന്നും വെറുമൊരു വിശ്വാസമോ സങ്കല്പമോ അല്ല. ഇതിന്റെ പിന്നിൽ വളരെ വ്യക്തമായൊരു ശാസ്ത്രമുണ്ട്. ശാന്തതയുടെ ആ ശാസ്ത്രത്തിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. നമ്മുടെ ശരീരത്തിൽ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്നൊരു സംഭവമുണ്ട്. പേര് കേട്ട് പേടിക്കേണ്ട. സിമ്പിളായി പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ശരീരത്തിന്റെ ഒരു കൂൾ ഡൗൺ ബട്ടൺ. ടെൻഷൻ അടിക്കുമ്പോൾ നമ്മളറിയാതെ ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലേക്ക് പോകുമല്ലോ. ആ അലേർട്ട് മോഡിനെ ഓഫ് ചെയ്ത് ഹേയ് റിലാക്സ്, എല്ലാം ഓക്കെയാണ് എന്ന് ശരീരത്തോട് പറയുന്ന സിസ്റ്റമാണിത്. ഈ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കൂ. ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെയാണ്. നമ്മൾ ആഴത്തിൽ സാവധാനത്തിൽ ഒന്ന് ശ്വാസമെടുക്കുമ്പോൾ അത് നമ്മുടെ വേഗസ് എന്ന നാഡിയെ ഉത്തേജിപ്പിക്കുന്നു. അത് നേരെ പോയി നമ്മുടെ ആ കൂൾ ഡൗൺ ബട്ടൺ, അതായത് പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിനെ ഓൺ ചെയ്യും. തലച്ചോറിന് സിഗ്നൽ കിട്ടുന്നു, ശാന്തമാകൂ. ആ ഒരൊറ്റ നിമിഷത്തിൽ നമ്മുടെ വൈകാരികമായ അവസ്ഥ മൊത്തത്തിലൊന്ന് റീസെറ്റ് ആവുകയാണ്. ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നല്ലേ? സ്ട്രെസ് കുറയും, കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോണിൻ്റെ അളവ് താഴോട്ട് വരും, ഹൃദയമിടിപ്പ് നോർമലാകും, ചിതറിത്തെറിച്ചു പോകുന്ന മനസ്സിന് ഒരു സ്ഥിരത വരും. പക്ഷേ ഇതിനെല്ലാം ഉപരി ഒരു ആത്മീയമായ ഉണർവ്, ഒരു ആന്തരികമായ അവബോധം നമുക്ക് ലഭിക്കാൻ തുടങ്ങും. അതെ, കഥ ഇവിടെ തീരുന്നില്ല. ഈ ശാസ്ത്രീയമായ പ്രക്രിയ എങ്ങനെയാണ് അതിനേക്കാൾ ആഴത്തിലുള്ളൊരു തലത്തിലേക്ക്, ഒരു ആത്മീയ തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതെന്ന് നോക്കാം. കാരണം ശ്വാസം എന്നത് വെറുതെ ഓക്സിജൻ അകത്തേക്കെടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്ന ഒരു മെക്കാനിക്കൽ പ്രോസസ്സ് മാത്രമല്ല, അത് അതിനേക്കാൾ എത്രയോ വലുതാണ്. നമ്മൾ എടുക്കുന്ന ഓരോ ശ്വാസവും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക്, നമ്മുടെ ആഴത്തിലുള്ള ബോധത്തിലേക്ക് തുറക്കുന്നൊരു വാതിലാണ്. ചിന്തകളുടെയും വികാരങ്ങളുടെയും ബഹളങ്ങൾക്കപ്പുറം ശാന്തമായൊരിടമുണ്ട്. അവിടേക്കുള്ളൊരു വഴികാട്ടിയാണിത്. ഈ യാത്രയുടെ ഒരു പൂർണ്ണ രൂപം നോക്കൂ. ശ്വാസം നമ്മുടെ തലച്ചോറിനെ സ്വാധീനിക്കുന്നു. തലച്ചോറ് നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നു. നമ്മുടെ വികാരങ്ങൾ ശരീരത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നു. ഇതെല്ലാം കൂടിച്ചേരുമ്പോൾ നമ്മുടെ ബോധതലത്തിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ തുടങ്ങി ബോധത്തിൽ അവസാനിക്കുന്ന ഈ ഒരു യാത്രയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്താണ്? വളരെ ലളിതമാണ്, പക്ഷെ അത്രയേറെ ശക്തവുമാണ് ഈ ആശയം. ശ്വാസം സാധിക്കൂ, ജീവിതം സാധിക്കൂ. നമ്മുടെ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും താക്കോൽ മറ്റാരുടെ കയ്യിലുമല്ല. അത് നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്, നമ്മുടെ ഓരോ ശ്വാസത്തിലും. പോകുന്നതിനു മുൻപ് നിങ്ങളോടൊരു ചോദ്യം മാത്രം. നിങ്ങൾ ശ്രദ്ധയോടെ എടുക്കുന്ന ഒരൊറ്റ ശ്വാസം കൊണ്ട് ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾക്ക് എന്തു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും? വെറുതെ ഒന്ന് ശ്രമിച്ചു നോക്കൂ.